അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്രദർശിപ്പിക്കാം. നബിദിനത്തിന്റെ അന്ന് ചോറ് കൊടുക്കണ്ട, നമുക്ക് അരി കൊടുക്കാന്ന് പറയുന്ന ചെറിയില്ലേ, കേട്ടുനോക്കിയാൽ നല്ല ആശയല്ലേ. കാരണം ഓരോരുത്തരുടെ വീട്ടിൽ ആവശ്യമുള്ള വേണേ 10 രൂപ ചൂടാലോ അരി കിട്ടിയാൽ അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. അതുപോലെ അവളെ മകളെ കല്യാണത്തിന് പുതിയ പുരണ്ടാക്കിയിട്ട് താമസിക്കുമ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ, നബിദിനം റസൂലുള്ള നബിദിനം കഴിച്ചിട്ട് ബിരിയാണി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. നിങ്ങൾ ഭയങ്കര മാളിക ഉണ്ടാക്കിയിട്ട് വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിരിയാണി കൊടുത്തില്ലേ? അള്ളാഹിന്റെ റസൂൽ അങ്ങനെ വീട് ഉദ്ഘാടനത്തിന് ബിരിയാണി കൊടുത്തിരുന്നോ? അള്ളാഹുവിന്റെ റസൂൽ വീട് ഉദ്ഘാടനത്തിന് ബിരിയാണി കൊടുത്തിരുന്നോ? അന്ന് പന്തൽ കെട്ടിയിരുന്നോ? അന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടി നടത്തിയിരുന്നോ? അവിടെ ഒന്നും ഇല്ലാത്തൊരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷിക്കുമ്പോൾ മാത്രം ആ ചോദ്യം എവിടുന്ന് വന്നു? അവിടെ കൊണ്ടുവന്ന് പാസ്സാക്കുകയാണ്. കമ്മിറ്റിയിൽ പാസ്സാക്കാൻ വേണ്ടി ചിലർ, ഇവിടെ ഒന്നുള്ള കമ്മിറ്റിയെ പറ്റിയല്ലോ കേട്ടോ ഞാൻ പറയുന്നത്, ചിലർ ഉള്ളുകൂടി നമുക്ക് അരി കൊടുത്താൽ എന്താ, അതിന് നിന്റെ മകന്റെ കല്യാണത്തിന് അരി കൊടുക്കുക, എല്ലാവർക്കും അരി കൊടുക്കുക, നിന്റെ മകളെ കല്യാണത്തിന് അരി കൊടുക്കുക, നിന്റെ പുതിയ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ ആ ഒരു പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടു. ഈ ഒരു വിഷയം ഞാൻ ഒരുപാട് കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ അടുത്തായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ, പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, റബിയുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നാട്ടിലുള്ള ഒരുപാട് യുവാക്കളൊക്കെ വന്ന് നാട്ടിൽ വലിയൊരു സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്ന സമയമാണ്. പക്ഷേ ഈ അടുത്തായിട്ട് ചില ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ലളിതമാക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 4-5 വർഷമായി ഇത്തരത്തിൽ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സന്തോഷമൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടെ ലളിതമാക്കുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാമൂഹിക വശം എന്തെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ കൂടിയിരുന്ന് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അത്തരത്തിലൊരു സാഹോദര്യപരമായിട്ട് എല്ലാവർക്കും ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ആ വലിയൊരു ഒരു കൂടിച്ചേരൽ ഒഴിവാക്കി അത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് ആ ഒരു ആഘോഷം ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതിൻ്റെ സാമൂഹിക വശമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു മതപരമായിട്ടുള്ള ഒരു കുറച്ചുകൂടെ പേരോത്സാദിൻ്റെ പ്രസംഗം നമ്മൾ കണ്ട്, അതിൻ്റെ ഒരു മതപരമായിട്ടുള്ള വിഷയത്തിലേക്ക് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്നാൻ സഖാഫി നമ്മൾ കൂടെയുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ സംസാരത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അദ്നാൻ ഉസ്താദേ, ഞാൻ ഇതിൻ്റെ കുറച്ച് സാംസ്കാരികപരമായിട്ടുള്ള വശങ്ങളൊക്കെ പറഞ്ഞു. കാരണം ജനങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവും ഈ ഒരു നബിദിനവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം വിളമ്പുന്ന സമയത്തൊക്കെ. എങ്ങനെയാണ് മതത്തിൻ്റെ ഒരു കാഴ്ചയിൽ ഈ ഒരു സംഭവത്തെ, പേരോട് ഉസ്താദിൻ്റെ പ്രസംഗത്തെ ആസ്പദമാക്കിയാണ് നമ്മളെ ചർച്ച. എങ്ങനെയാണ് നിങ്ങൾ ആ ഉസ്താദിൻ്റെ പ്രസംഗത്തിനെ ഒരു പോസിറ്റീവായിട്ട് എങ്ങനെയാണ് കാണുന്നത്? ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് തീർച്ചയായിട്ടും പരിശുദ്ധമായ റബിയുൽ അവ്വൽ എന്ന് പറയുമ്പോൾ ചിരാർത്ഥത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുകയും അതുപോലെ തന്നെ അതിൽ സന്തോഷിക്കുകയും ആ സന്തോഷത്തിൻ്റെ ഭാഗമായി നമുക്കിപ്പോൾ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ സന്തോഷം നടക്കുമ്പോൾ ആ സന്തോഷത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യും? ഇസ്ലാം അംഗീകരിച്ച മുഴുവൻ ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സന്തോഷത്തിന് വേണ്ടി ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് പെരുന്നാൾ നടക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷത്തിൻ്റെ നാളുകളാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പ്രഭാഷണത്തിൻ്റെ ഈ വരാനുണ്ടായ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 1-2 വർഷം മുമ്പ് വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലിനെ ആസ്പദമാക്കി, അതല്ലെങ്കിൽ അവിടെ സംഭവിച്ച പ്രകൃതി ദുരന്തത്തെ ആസ്പദമാക്കി ചില ആളുകൾ, അതും ബിദ്അത്തുകാരിൽ നിന്ന് വന്ന ആശയമാണ് എന്നാണ് ഉസ്താദിൻ്റെ ഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നബിദിനം ചുരുക്കുക എന്നുള്ളത്, ഇങ്ങനൊരു പ്രകൃതി ദുരന്തം നടക്കുമ്പോൾ നബിദിനം ചുരുക്കുക അല്ലല്ലോ വേണ്ടത്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചാൽ, ഇസ്ലാമിലിപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ 3 ദിവസമാണ് ശരിക്കും ദുഃഖാചരണം എന്നത്. അതിനപ്പുറം പറ്റും ആർക്ക്? ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് പറ്റും. 4 മാസവും 10 ദിവസവും വരെ ഇദ്ദൻ്റെ സമയത്ത് ദുഃഖാചരണം പറ്റും. അതിൻ്റെ മേലിൽ സ്ഥിരമായിട്ട് ദുഃഖിച്ചിട്ട് നമ്മളെ ഹാപ്പിനെസ്സുകളൊക്കെ നഷ്ടപ്പെടുത്തല്ല വേണ്ടത്. അതിൽ പ്രത്യേക ഒരു പോയിന്റ് ഉണ്ട്. ഇസ്ലാം കൂടുതലായിട്ട് ഇത്തരത്തിലൊരു ദുഃഖത്തെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നൊരു മതമല്ല, സന്തോഷത്തെയാണ്, പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവ്, ഹാപ്പി. ഒരു മരണം ഉണ്ടായാലും തളർന്നിരിക്കല്ല വേണ്ടത് എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിൽ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല പിന്നെ ഉസ്താദ് ആ ഭാഷണത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയാണെങ്കിൽ നബിദിനത്തിനല്ല ചുരുക്കേണ്ടത്, മറിച്ച് നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാക്കുക. ഇപ്പോൾ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അവിടെ അരി കൊടുക്കുക എന്നുള്ളൊരു ആശയം നമ്മൾ ആരോ ചെയ്യും? ഇല്ല.
അവിടെ മഞ്ഞ കല്യാണം പച്ച കല്യാണം ഒക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ കൂട്ടുക. അതിന് പിന്നെ ആ ഒരു വിഷയത്തിൽ പിന്നെ വേറെ ആരും ഉണ്ടാക്കുന്നില്ല, തെളിവ് അന്വേഷിക്കുന്നില്ല. ഇപ്പൊ അതിന് എന്ത് വലിയ ദുരന്തം നടന്നാലും പ്രശ്നം ഉണ്ടാവില്ല. എത്ര വലിയ ദുരന്തം നടന്നാലും ഇപ്പോൾ കല്യാണങ്ങളൊക്കെ അവസ്ഥകളൊക്കെ ഒരു ജോറായിട്ടാണ്. അപ്പോൾ ദുരന്തം നടന്നതിൻ്റെ പേരിൽ ഒരിക്കലും നബിദിന പരിപാടി ചുരുക്കുക എന്നുള്ളത് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, ദുരന്തം മാത്രമല്ല, ഇനിയിപ്പോൾ പൊതുവേ ഇപ്പോൾ ഇത് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുന്ന കുറേ ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഉസ്താദ് പ്രത്യേകം പറഞ്ഞല്ലോ, ഇതിപ്പോൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള നേരത്ത് ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസിറ്റീവ് വെറുതെ അതിൽ പറയും. പക്ഷേ അതിലും എനിക്ക് തോന്നുന്നത് ഈ നബിദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പാട്ട് പാടി കുറേ റാലി നടത്തുക എന്നതിലുപരിയായിട്ട് അവിടെ ഒരു സൗഹാർദ്ദം ഉണ്ടാകുന്നുണ്ട് അല്ലേ? മുത്തുനബി തങ്ങളെ പേരിൽ ഒരു സൗഹാർദ്ദം ഉണ്ടാവും. അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാത്രമല്ല, ഒരുപാട് ആളുകളെ വിശപ്പ് മാറ്റി കൊടുക്കുക, അതുപോലെ മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയാണ് പിന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടത്, അങ്ങനെ തുടങ്ങി ഒരുപാട് സന്ദേശങ്ങൾ മീലാദിലൂടെ പ്രവാസികളൊക്കെ ഇതിനായിട്ട് വന്ന് അവരോട് സന്തോഷത്തിൽ കൂടുന്ന നാട്ടിലൊക്കെ അക്ഷരാർത്ഥത്തിൽ മറ്റുള്ള എല്ലാത്തിനേക്കാളും നമ്മളെ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ സന്തോഷം ലഭിക്കുന്ന ഒരു പരിപാടി നബിദിന പരിപാടിയായിരിക്കും. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് ഇങ്ങനത്തെ കുറേ എന്താ പറയുക ഒരു ലാളിത്യത്തിൻ്റെ ആളുകൾ കൂടുന്നൊരു സമയം കൂടിയാണ് ഈ നബിദിനം അടുപ്പിച്ച്. നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ ഇനി കൂടി വരാൻ സാധ്യതയുണ്ട്. എത്ര മോശക്കാരായ ആളുകളാണെങ്കിലും കുട്ടികളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. നബിദിനത്തിൻ്റെ സമയത്ത് അവരിതിനു വേണ്ടി അണിഞ്ഞൊരു ചിലപ്പോൾ ഒരു പക്ഷേ അത് തന്നെ മതിയോ? തീർച്ചയായിട്ടും മുത്തുനബി തങ്ങൾ ശഫാഅത്ത് കിട്ടാൻ അത് വലിയൊരു സബബാണ്. ബഹുമാനപ്പെട്ട ഇമാം യാഫി തങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്, നബിദിനത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഒരുമിച്ച് കൂട്ടി. നിങ്ങളിപ്പോൾ വീട്ടിൽ നടക്കുകയാണ്, നബിദിനം നടക്കുന്ന സമയത്ത് മൻ ജമാലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്വാന, മൗലിദിന് വേണ്ടി കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. വഹയ്യ ത്വആമൻ, എന്നിട്ട് ഭക്ഷണം ഒരുക്കുകയാണ്, നല്ല ഭക്ഷണം, സുഭിക്ഷമായ നല്ല ഭക്ഷണം ഒരുക്കുന്നുണ്ട്. അഖ്ല മക്കാനൻ, എന്നിട്ട് അതിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു സ്ഥലം ഒഴിച്ചിട്ട് സ്റ്റേജ് ഉദാഹരണം പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല അതിനനുസരിച്ചുള്ള കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് ഒരു പ്രത്യേക നല്ല സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. വാമില ഇഹ്സാനൻ, എന്നിട്ട് അവർ നല്ല അമലുകൾ ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ പാട്ടുപാടുക, അതുപോലെ മൗലിദില്ല, ബുർദില്ല, ദഫ് ഇഹ്സാനാണ്. അതെ, പിന്നെ അതിന് വേണ്ടി ഓരോരുത്തർക്ക് കഴിയുന്ന ഇഹ്സാൻ എന്താണോ അത് ചെയ്യാം. ചിലർക്ക് ഭക്ഷണം കൊടുക്കാനായിരിക്കും കഴിയുക, ചിലർക്ക് പാട്ട് പാടിയിട്ട് ഇഹ്സാൻ ചെയ്യാൻ കഴിയും, ചിലർക്ക് പാടിയിട്ട് ചെയ്യും, ചിലർക്ക് ജനങ്ങളെ സന്തോഷിപ്പിച്ച്, അതൊക്കെ ഇഹ്സാനാണല്ലോ, നന്മയാണ്. മാത്രമല്ല ഇതെല്ലാം വസ്വാറ ഇതായി സ്വബബൻ ലിഖിറാഅത്തി മൗലിദി റസൂലി, റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ കാരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ ഒരുമിച്ച് കൂട്ടും. ആരുടെ കൂടെ? മഅസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, സത്യവിശ്വാസികളുടെ കൂടെ, അതുപോലെ തന്നെ രക്തസാക്ഷികളായ ബദരീങ്ങൾ, ഉഹദീങ്ങൾ, ഇങ്ങനെ തുടങ്ങി മുഴുവൻ മഹാന്മാരും വലിയ ശ്രേഷ്ഠതാണല്ലേ, അതുപോലെ തന്നെ സജ്ജനങ്ങളുടെ കൂടെ. മാത്രമല്ല വയക്കൂനു ഫി ജന്നാത്തിൻ നഈം, അവന് സ്വർഗം ലഭിക്കുന്നുള്ള കാര്യം കൺഫേം ആണ്. മാഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് സംഭവം. ഇതന്നെ ഒരു സത്യവിശ്വാസിക്ക് തെളിവാണ്. മതിയല്ലോ. നമ്മളിപ്പോൾ നോർമലായിട്ട്, ഞാൻ ഉസ്താദ് ഇപ്പോൾ കിതാബിപരമായിട്ടാണ് പറയുന്നത്, ഞാനിപ്പോൾ ഒരു നോർമലായിട്ട് ചിന്തിക്കുകയാണ്. നമ്മുടെ ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ട് വന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി സന്തോഷം പങ്കിടുക, ഇതിലെന്ത് തെറ്റാണ് മനസ്സിലാക്കുന്നത്? നമ്മളൊരു യുക്തിയായിട്ട് ചിന്തിച്ചാൽ തന്നെ എന്ത് പ്രശ്നമുള്ളത്? നമ്മളെ മക്കളുണ്ടാകുമ്പോൾ ബർത്ത്ഡേ കഴിക്കുന്നില്ലേ? അത് വലിയ പരിപാടി. അവിടെ ഒന്നും ആരും തെളിവ് അന്വേഷിക്കും. ഞാൻ തന്നെ ഇപ്പം അടുത്ത് തന്നെ ഞങ്ങൾ മംഗലാപുരത്ത് ഒരു കുട്ടിയുടെ ബർത്ത്ഡേൻ്റെ ഭാഗമായിട്ട് വെച്ചൊരു പരിപാടിക്ക് ഞങ്ങൾ പോയി. അത്രയും വലിയ സന്തോഷം. അങ്ങനെ ഇതിൽ ഉപരിയായിട്ട് ഇതൊരു ഹലാലായ രീതിയിൽ നടക്കുന്ന പരിപാടി, ഹറാമായ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നു. അതെ അതെ, അതിനൊന്നും ഇല്ലാത്ത തെളിവ് ഇതിൽ ചോദിച്ചു വരും. അതെ അതെ. അപ്പോൾ പേരോത്സാഹൻ്റെ ആ ഒരു പ്രഭാഷണത്തിൽ തന്നെ നമ്മൾ കേട്ടല്ലോ, തീർച്ചയായിട്ടും നബിദിനം കഴിക്കണമെന്ന് എന്താണ് തെളിവ്, അന്ന് ബിരിയാണി വെക്കണം എന്നുള്ള തെളിവ് എന്താണെന്ന് പലരും ചോദിക്കുന്നത്. ഈ ചോദിക്കുന്ന ആളുകളോട് നേരത്തെ ഉസ്താദ പ്രസംഗത്തിൽ ചോദിച്ചല്ലോ, റസൂലുള്ളാഹി തങ്ങൾ വീട് ഉദ്ഘാടനം ചെയ്തിട്ട് കുറ്റൂശ അയച്ചിട്ട് ബിരിയാണി എടുത്തവിടെ തെളിവുണ്ടോ? സമ്മേളനം നടത്തിയ മനസ്സിലാക്കിയ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാത്ത എല്ലാം ബിദ്അത്താണ്, അതെല്ലാം നിഷിദ്ധമാണെന്ന് മനസ്സിലാക്കിയതിൽ ഉപരിയായിട്ട് ഓർക്ക് പറ്റുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യാൻ പറ്റൂല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കാർപ്പറ്റ് ഇട്ട പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിയിലൊന്നും അങ്ങനെ കാർപ്പറ്റ് ഇല്ല. തീർച്ചയായിട്ടും. മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വലുത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ. റസൂലുള്ളാഹിന്റെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടോ? അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും, ഇഷ്ടം പോലെ ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഖുർആന് വള്ളും പുള്ളിയൊക്കെ ഇടാൻ തുടങ്ങിയത് ഏത് കാലത്താണ്?
അതെ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ആ കാലഘട്ടത്തിലാണ് വള്ളിയും പുള്ളിയും അർക്കത്തൊക്കെ ക്രോഡീകരിച്ച് തന്നെ പിന്നെ കാലങ്ങൾക്ക് ശേഷമല്ലേ അല്ലേ? അതെ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതെല്ലാം ബിദ്അത്ത് എന്ന് പറയേണ്ടി വരും ഇവിടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് പേരോട് ഉസ്താദിൻ്റെ ആ ഒരു പ്രസംഗം കേട്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട അദ്നാൻ ഉസ്താദിൻ്റെ ആ ഒരു സംസാരം കൂടി കേട്ട സമയത്ത് നമുക്ക് കൃത്യമായിട്ടുണ്ടാകും, നമുക്കാർക്കും അല്ലെങ്കിൽ സംശയമില്ല, ഈ സംശയമായിട്ട് വരുന്ന ആളുകൾ എന്താ പറയുക, വഴി തെറ്റിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ LED ലൈറ്റുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മഹാനായ ഇമാം റസായി തങ്ങൾ പറയുന്നുണ്ട്. പള്ളികൾ അലങ്കരിക്കുക, മദ്രസകൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ LED ലൈറ്റുകൾ വെച്ച് അലങ്കരിക്കൽ മുത്തുനബി തങ്ങൾ അവിടുന്ന് സമ്മതം കൊടുത്തതാണ്. അത് ചിലപ്പം കാലഘട്ടത്തിനനുസരിച്ച് അലങ്കാരത്തിൻ്റെ ശൈലി ചിലപ്പം മാറും. ചില കാലത്ത് തോരണങ്ങൾ കെട്ടിയായിരിക്കും, ചില കാലത്ത് അവിടുത്തെ ഭംഗിയുള്ള അലങ്കാരങ്ങൾ ലൈറ്റുകളും മറ്റൊക്കെ ആയിരിക്കും. അതൊന്നും ഒരിക്കലും വിമർശിക്കപ്പെടേണ്ടതില്ല. വിധങ്ങൾ പിന്നെ ജന്മദിനമാകുമ്പോൾ എത്രത്തോളം നല്ലത് ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ലതാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം അടുത്തതുപോലെ ചില ആളുകൾ ചോദിക്കൂ, നബിദിനം എന്തിനാണ് നടത്തുന്നത്, കാരണം നബിദിന സമയത്ത് റോഡൊക്കെ ബ്ലോക്ക് ആകുന്നില്ലേ? അപ്പോൾ പിന്നെ റോഡ് ബ്ലോക്ക് ആകുന്നുണ്ട് ഒരിക്കലും നബിദിനവും നബിദിന റാലിയും നടത്താതിരിക്കണം എന്നല്ല, മറിച്ച് അടുത്ത പിന്നെ നബിദിനം വരുമ്പോൾ എന്താക്കണം, ഇത് മനസ്സിലാക്കിയിട്ട് ബ്ലോക്ക് നീക്കാനുള്ള സംവിധാനങ്ങൾ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് അതിനെ മാറ്റാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കും. അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങളെ മദ്ഹ് അതുപോലെ തന്നെ പ്രശംസകളൊക്കെ പറഞ്ഞ് നബിദിനങ്ങളൊക്കെ പങ്കെടുത്ത് നല്ലപോലെ തങ്ങളെ ശഫാഅത്ത് കിട്ടി വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വരും. അസ്സലാമു അലൈക്കും.